3 പെൺമക്കളുടെ അമ്മ 25 വയസ്സ് പ്രായമുള്ള സ്ത്രീയുടെ ഭർത്താവ് ഗൾഫിലാണ്. 6 മാസത്തെ റീ എൻട്രിക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹോളിഡേ ഹാപ്പിനെസ് ആക്കുന്നതിന് വേണ്ടി, സന്തോഷമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം തിരിച്ചെത്തി നാട്ടിലെത്തി സന്തോഷമായി കടന്നു പോകുന്ന സമയത്താണ് അദ്ദേഹം ഒരു 4 മാസം 5 മാസം കഴിഞ്ഞ സമയത്ത് സ്പോൺസർ ഗൾഫിൽ നിന്ന് വിളിക്കുകയാണ് തിരിച്ച്. എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം, കാരണം നിങ്ങൾക്ക് കൂടുതൽ ദിവസം അവിടെ നിൽക്കാൻ കഴിയില്ല, ഇവിടെ എൻ്റെ ഓഫീസിൽ ആളില്ല, അതുകൊണ്ട് നിർബന്ധമായി കൊണ്ട് നീ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സില്ല മനസ്സോടെ അദ്ദേഹം അതിന് സമ്മതിച്ചു. യാത്ര പറയാൻ വേണ്ടിയിട്ട് നാട്ടുകാരോടും സ്വന്തക്കാരോടും യാത്ര പറയാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം ബൈക്കിൽ നിന്നും മറ്റൊരു വാഹനവുമായി ആക്സിഡൻ്റ് ആയിക്കൊണ്ട് അപകടത്തിൽപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ സ്പോട്ടിൽ തന്നെ ദാരുണമായിക്കൊണ്ട് മരിക്കുകയാണ്. ആ സമയത്ത് ആ സ്ത്രീക്കും ആ 3 പെൺമക്കൾക്കും തോന്നിയിട്ടുണ്ടാവും ജീവിതം ഇനി ഡാർക്കാണ് എന്ന്. സങ്കടം സഹിക്കവയ്യാതെ വീണ്ടും കാലങ്ങൾ മുന്നോട്ട് പോയി. ആ മരിക്കുന്ന സമയത്ത് ഒരു കാര്യമുണ്ടായിരുന്നു കേട്ടോ. 4ാമതൊരു കുഞ്ഞിനു കൂടി അദ്ദേഹം അവളുടെ ഉദരത്തിൽ ജന്മം നൽകിയിരുന്നു എന്നുള്ളതാണ്. വളരെ വിഷമത്തിലും സങ്കടത്തിലും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ട് 4ാമത്തെ കുഞ്ഞിനെ ആ സ്ത്രീ പ്രസവിച്ചു. 4ാമത്തതും പെൺകുഞ്ഞ് ഒരു പെൺകരുത്തായിരുന്നു. അങ്ങനെ 4ാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ കാക്കയ്ക്കും പൂച്ചക്കും കൊടുക്കാതെ ആരെയും കണ്ണ് തട്ടിക്കാതെ അവൾ സന്തോഷമായിക്കൊണ്ട് ഒരു പ്രശ്നവും പ്രയാസവും അറിയിക്കാതെ വിദ്യാഭ്യാസം കൊടുത്തു, നല്ല വസ്ത്രവും ഭക്ഷണവും എല്ലാം കൊടുത്തുകൊണ്ട് അവരെ വളരെ പക്വമായിക്കൊണ്ട് തന്നെ വളർത്തി വലുതാക്കി എന്നുള്ളതാണ്. ഈ സ്ത്രീയും ഒരു ചീത്തപ്പേരും ഇന്ന് വരെ വരുത്തിയിട്ടുമില്ലായിരുന്നു. ആ സമയം വരെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ മക്കളൊക്കെ വലുതായി. ഒരു മകൾ ഡോക്ടറായി, മറ്റൊരു മകൾ എഞ്ചിനീയറായി, ഒരു മകൾ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു, ഒരു മകൾ UK വർക്ക് ചെയ്യുന്നത്. കല്യാണം കഴിച്ചു കൊടുത്തു. പേരക്കുട്ടികളായി 2 മക്കൾക്ക്. 50 വയസ്സായ സമയത്ത് അമ്മയോട് അവർ വന്നിട്ട് പറഞ്ഞു, അമ്മേ നിങ്ങൾക്ക് 50 വയസ്സായിരിക്കുന്നു, ഇനി നിങ്ങൾക്കൊരു കൂട്ട് വേണം, ഞങ്ങൾ 4 പെൺമക്കളാണുള്ളത്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാർ ചിലപ്പം നാളെ പറയുകയാണ് അവരുടെ കൂടെ പോകണം, അവർക്ക് പ്രയാസങ്ങളുണ്ട്, അവർക്ക് മറ്റൊരു രീതിയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൂട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ നിർബന്ധിക്കാൻ തുടങ്ങി അമ്മയെ. അമ്മ പറഞ്ഞു, ഇനിയൊരു കല്യാണം ഞാൻ കഴിക്കില്ല, കാരണം നിങ്ങളുടെ അച്ഛൻ്റെ ചൂരും മണവുമാണ് എൻ്റെ ശരീരത്തിലും സിരകളിലും ഇപ്പോഴും ഉള്ളത് എന്നുള്ളത്. എന്നാലും മക്കൾ നിർബന്ധിച്ചു, ഞങ്ങളൊരാളെ കണ്ടിട്ടുണ്ട് അമ്മേ, പ്രശ്നമില്ല, ഒരു കാര്യം ചെയ്യും, അദ്ദേഹത്തിന് മറ്റുള്ള ചുറ്റുപാടുകളൊന്നുമില്ല, മക്കളില്ല, ഭാര്യ മരിച്ചതാണ് എന്ന്. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. അവസാനം ആ അമ്മ എന്ത് ചെയ്തെന്നറിയോ? മക്കളോട് പറഞ്ഞു, ഇനി എനിക്ക് ഇങ്ങനൊരു ജീവിതം ഉണ്ടാവില്ല എന്ന്. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ? മക്കൾക്ക് വേണ്ടി ജീവിച്ച ഇങ്ങനത്തെ ഒരുപാട് അമ്മമാരുണ്ട്, പക്ഷേ ഓപ്ഷൻസ് നമുക്കുണ്ട്. വാർദ്ധക്യകാലത്ത് മക്കളെല്ലാം വിട്ടുപോയിട്ട്, അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ചുമരുകളും മാത്രം, നമ്മുടെ മതിൽക്കെട്ടിനോട് മാത്രം സംസാരിക്കേണ്ട ഒരു അവസ്ഥ, ഒരു സമയം നമുക്ക് വരാനുണ്ട്. ഇവരെല്ലാം ഇല്ലാതിരിക്കുമ്പോൾ കൈ താങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ നിങ്ങളുടെ കൂടെ വേണമെന്ന് നിങ്ങൾക്ക് ചോയ്സാണ് കേട്ടോ, തിരഞ്ഞെടുക്കാൻ വേണമെങ്കിൽ. ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ യുക്തമായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. എല്ലാവർക്കും നല്ലവരട്ടെ. മക്കൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അത് മനസ്സിലാകാനുള്ള കഴിവുകൾ ഈ അമ്മയ്ക്കും ഉണ്ടായെങ്കിൽ അത് ചിലപ്പം നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതല്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ജീവിച്ചു പോകാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഒരുപാടുണ്ട് കേട്ടോ. അതുമാകാം. ചോയ്സാണ് എല്ലാവർക്കും. എല്ലാവർക്കും നല്ലവരട്ടെ. ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു.